സ്ത്രീകളുടെ കണ്ണീരും ചോരയും വീഴുന്ന വീടുകളുടെ കഥ കേൾക്കുന്നത് വല്ലാത്തൊരു നൊമ്പരല്ലേ. മദ്യവും ലഹരിയുമാണ് പല കുടുംബങ്ങളുടെയും വില്ലൻ. തിരുവനന്തപുരം പൂവാറിൽ മദ്യലഹരിയിൽ വീട്ടിലെത്തിയ യുവാവ് അമ്മയ്ക്കും ഭാര്യയ്ക്കും നേരെ കൊലവിളി മുഴക്കുന്നു. പിന്നാലെ കേട്ടത് വലിയൊരു ദുരന്ത വാർത്ത. ബഹളം കെട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ അമ്മ സുകുമാരി ചോരയിൽ കുളിച്ചു കിടക്കുന്നു. ഭാര്യയെ ആക്രമിക്കുന്നത് തടഞ്ഞപ്പോഴാണ് മനീഷ് അമ്മയ്ക്ക് നേരെ തിരിഞ്ഞത്. തലയടിച്ച് വീണ അമ്മയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേസിൽ മകൻ മനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസം 22-നാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. സ്ഥിരം മദ്യപാനിയായ മനീഷ് വീട്ടിലും നാട്ടിലും പ്രശ്നക്കാരനാണ്. വീട്ടിലെത്തി ബഹളമുണ്ടാക്കുന്നത് പതിവായതോടെ ഇയാൾ അയൽവാസികൾക്കും തലവേദനയായിരുന്നു. കഴിഞ്ഞ 22-ന് മദ്യപിച്ച് വീട്ടിലെത്തി ഇയാൾ ഭാര്യയുമായി തർക്കമുണ്ടായി. ഭാര്യ അനീഷയെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നത് അമ്മ സുകുമാരി തടയാൻ ശ്രമിച്ചു. തുടർന്ന് ഇയാൾ അമ്മയ്ക്ക് നേരെ തിരിയുകയായിരുന്നു. മനീഷ് പിടിച്ചു തള്ളിയതിനെ തുടർന്ന് സുകുമാരി മുറിയിൽ തലയടിച്ച് വീഴുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. സുകുമാരിയെ നെയ്യാറ്റിക്കര ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ 25-ന് സുകുമാരി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. സംഭവത്തിന് ശേഷം സ്ഥലം വിട്ട മനീഷിനായി തിരച്ചിലിലായിരുന്നു പൂവാർ പോലീസ്. കസ്റ്റഡിയിലെടുത്ത മനീഷിനെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം.